പ്രത്യാശയുടെ മഹോത്സവമാണ് ക്രിസ്തുമസ്. എന്നാൽ 2023 ഡിസംബർ മാസം 16 ജെറൂസലേമിലെ ലാറ്റിൻ പാട്രിയാർക്കിൽ നിന്നും ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശം അവിടെയുള്ള ജനതയുടെ എല്ലാ സന്തോഷവും പ്രത്യാശയും നഷ്ടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. അതായത് ഈ 16 അവരുടെ ഒരു ഇടവക പള്ളിയോട് ചേർന്നുള്ള ആ ക്യാമ്പസിലുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസയുടെ ആ സന്യാസിനി സഭയുടെ കോൺവെൻറ്റിലേക്ക് ഒരു IDF ടാങ്കറിൽ നിന്നും നിരവധി തവണ നിറയൊഴിക്കുകയും ആ കോൺവെൻറ്റിലേക്ക് പോയിരുന്ന ഒരു സാധു സ്ത്രീ അവരുടെ മകളോടൊപ്പം വധിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല 57 കൊച്ചുകുട്ടികൾ, അതിലെല്ലാവരും പലവിധത്തിലുള്ള പരിമിതികൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ, അവരുടെ വാട്ടർ ടാങ്ക് നിശേഷമായി തകർന്നു. അങ്ങനെ അവർക്ക് വെള്ളമില്ല, അവരുടെ ജനറേറ്റർ നഷ്ടമായി, അങ്ങനെ വെളിച്ചമില്ല. അങ്ങനെ തീരാ ദുഃഖത്തിലും അന്ധകാരത്തിലും ഇരുട്ടിലുമായി മാറിയിരിക്കുന്നു ഈ വർഷത്തെ ക്രിസ്മസ് ദിനങ്ങളിൽ. 2 ആഴ്ചയ്ക്ക് മുൻപ് നാം കേട്ട ഒരു പത്രക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: ഈ വർഷം ബത്ലഹേമിൽ ഔദ്യോഗികമായ ക്രിസ്തുമസ് ആഘോഷമില്ല എന്ന്. എന്നാൽ ഒരു ഫ്രാൻസിസ്കൻ വൈദികൻ ഫാദർ ഇബ്രാഹിം ഫാൽത്യൂസ്, അദ്ദേഹം ഈ വർഷത്തെ ക്രിസ്തുമസ് പുൽക്കൂട് തീർത്തത് അവിടെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായ ഒരു കെട്ടിടത്തിൻ്റെ ആ അവശിഷ്ടങ്ങൾക്ക് നടുവിൽ ക്രിസ്തുവിൻ്റെ ഒരു ഉണ്ണീശോയുടെ ഒരു രൂപം അവിടെ വച്ചിട്ടാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, മനുഷ്യരുടെ മനസ്സുകളിൽ കർത്താവിൻ്റെ ആ ശാന്തിയും സന്തോഷവും പിറക്കുന്നില്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു ആഘോഷം നമുക്ക് ആവില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് പ്രത്യാശയുടെ പൊൻകിരണം കടന്നു വരണം. തിരുപ്പിറവിയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി മാനവ ചരിത്രത്തിൽ ക്രിസ്തു കൊണ്ടുവന്ന് തന്നിരിക്കുന്ന ആ വലിയ പ്രത്യാശയുടെ കൃപ ഈ അവസരത്തിൽ നാം വീണ്ടും ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മാലാഖമാർ പാടിയ ആ സ്തോത്രഗീതം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും മനസ്സുകളിലും വീണ്ടും മുഴങ്ങേണ്ടിയിരിക്കുന്നു. ഹൃദയങ്ങളിൽ ആ സന്മനസ് പുനഃസ്ഥാപിക്കുമ്പോഴാണ് ക്രിസ്തുമസ് ആഘോഷം വീണ്ടും ആകുക. G.K. ചെസ്റ്റർട്ടനാണ് പറഞ്ഞത്, റിയൽ ഹോപ്പ് ഈസ് വെൻ ദർ ഈസ് ടോട്ടൽ ഹോപ്പ്ലെസ്നെസ് അറൗണ്ട്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലും പ്രതീക്ഷിക്കാനാകുമോ? അപ്രകാരം ഈ ഒരു വർഷം പ്രത്യേകിച്ച് ഈ യുദ്ധത്തിൻ്റെയും പരസ്പരമുള്ള ശത്രുതയുടെയും അന്തരീക്ഷം ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ആയിരിക്കുമ്പോൾ, അതേപോലെ തന്നെ പലരുടെയും മനസ്സുകളിലും ഹൃദയങ്ങളിലും പരസ്പരമുള്ള വൈരാഗ്യവും പകയും പരിഭവവും പരിദേവനവും നിലകൊള്ളുമ്പോൾ ഈ ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എങ്ങനെ മറ്റുള്ളവരോടുള്ള സ്നേഹം, കാരുണ്യം, സമഭാവന വീണ്ടും സൃഷ്ടിക്കാനാകും? ക്രിസ്തുവിൻ്റെ വരവ് നമുക്ക് തരുന്നത് അതാണ്. കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതൽ നമുക്ക് സമ്മാനിക്കുന്നത് ഇതാണ്. ആ നിസ്സഹായാവസ്ഥയിലും ആ പിഞ്ചുകുഞ്ഞിൻ്റെ നിലവിളിയിലും ഇതാ സ്വർഗത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനാകുന്നു. അവിടെ ആ നസ്രത്തിൽ നിന്നുള്ള ആ കൊച്ചു കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥയ്ക്കപ്പുറം സ്വർഗീയ ആനന്ദമുണ്ട്, പ്രത്യാശയുണ്ട്. അവിടെ പകലന്തിയോളം അധ്വാനിച്ച് ബത്ലഹേമിലെ ആ മലഞ്ചരിവിൽ മരം കോച്ചുന്ന തണുപ്പിൽ കഴിഞ്ഞിരുന്ന ആ ആട്ടിടയന്മാർ വന്ന് കണ്ടെത്തിയത് ഇതാ എല്ലാ പരിമിതികൾക്കും അപ്പുറം ഇതാ സ്വർഗത്തിൻ്റെ സാന്ത്വനം.
ആ ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു പ്രത്യാശ കടന്നു വന്നു. കാതങ്ങളേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം 3 ജ്ഞാനികൾ അവർ ഈ കാലിത്തൊഴുത്തിൽ വന്ന് കണ്ടെത്തിയതും ഇതേ പ്രത്യാശയാണ്. അവർ അവിടെ നിന്ന് മടങ്ങിയത് മറ്റൊരു പാതയിലൂടെയാണ്. ഈ ഒരു മടക്കം, ഈ മറ്റൊരു പാതയിലൂടെയുള്ള പുതിയ ജീവിതം, അതാണ് ഈ ക്രിസ്മസ് അവസരത്തിൽ നമ്മോടും ആവശ്യപ്പെടുന്നത്. എനിക്ക് സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സഹാനുഭൂതിയുടെ, സമഭാവനയുടെ ഒരു പുതിയ പാതയിലൂടെ ചരിക്കാൻ തുടങ്ങാനാകുമോ? കാലിത്തൊഴുത്തിലെ ആ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതൽ നമുക്ക് തരുന്നത് ഈ ഒരു സാധ്യതയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു സാധ്യതയെപ്പറ്റി നാം കൂടുതൽ വ്യാകുലതയോടുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ലോകം മുഴുവൻ ഇപ്രകാരമുള്ള ആ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ പുതിയ പാത ചരിച്ചാൽ മാത്രമേ നമുക്ക് പ്രത്യാശയുടെ ഒരു കാലഘട്ടം, പ്രതീക്ഷയുടെ ഒരു പുതുവർഷം നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. ആയുധം നിർബന്ധമായും താഴെ വയ്ക്കണം. വെടിക്കോപ്പുകൾ നിർബന്ധമായും നിശബ്ദമാകണം. കാരണം ആയുധവും പടക്കോപ്പുകളും ഒന്നിനും ഒരു പരിഹാരമല്ല. ഫ്രാൻസിസ് പാപ്പയും ആവർത്തിച്ച് ലോകമനസ്സാക്ഷിയോട് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ആ പ്രത്യാശയുടെ ദിനങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ, സമാധാനം സ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധരാകാം. അങ്ങനെ ഒരു നവലോക സൃഷ്ടിക്കായി കൈകോർക്കാം. അങ്ങനെ ഒരു പുതിയ അന്തരീക്ഷം നമുക്ക് സംജാതമാക്കാൻ കൈകോർക്കാം. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു നല്ല നാളെ ജനതതി, മാനവരാശി മുഴുവൻ സ്വപ്നം കാണാൻ നമുക്കും അതിന് സഹായകമാകാൻ പരിശ്രമിക്കാം. അങ്ങനെ അർത്ഥപൂർണമായ ഒരു ക്രിസ്തുമസ് ആഘോഷവും പ്രതീക്ഷ നിറഞ്ഞ ഒരു പുതിയ വർഷവും നമുക്കേവർക്കും ഉണ്ടാകട്ടെ. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തന വിധേയമാക്കാം. ശാന്തിയുടെ സാമ്രാട്ടായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു പിറവിയെടുത്ത് സമാധാനമുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് കൈകോർക്കാം. ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ, പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹമോടെ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുടെ നിറവിലേക്ക് നമുക്ക് കൈകോർത്ത് നടന്നു നീങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ.